ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച വാർത്തകൾ നമ്മൾ നിരന്തരമായി പലയിടത്തു നിന്നും കേൾക്കുന്നു. ഇക്കുറി അത്തരമൊരു വാർത്ത വരുന്നത് തിരുവനന്തപുരം കല്ലമ്പലം കടമ്പാട്ട് കോണത്ത് വെച്ചാണ് അല്ലെ. സ്ത്രീകൾ ഉൾപ്പെടെ വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു വാഹനത്തിന് തീ പിടിക്കുന്ന ഘട്ടത്തിൽ. പക്ഷേ തീ ഉയരുന്നത് വെച്ചാൽ പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ വേഗത്തിൽ പുറത്തിറങ്ങിയതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. യെസ്, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിബി, അപ്പോൾ ഈ വാഹനത്തിന് തീ പിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ, ഇതിൽ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് നിരന്തരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് സിബി? ജിൽസി, ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് ദേശീയപാതയിൽ കല്ലമ്പലം കടമ്പാട്ട് കുളത്ത് വെച്ചായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീ പിടിച്ചത്. ക്വാളിസ് വാഹനമാണ്. ഈ കാറിൽ ഡ്രൈവറും 3 സ്ത്രീകളും ഉൾപ്പെടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഈ കാറിന്റെ ക്വാളിസ് വാഹനത്തിന്റെ ബോണറ്റിൽ നിന്നും പുകയും തീയൊക്കെ ഉയരുന്നത് കണ്ട് പെട്ടെന്ന് ഡ്രൈവർ സൈഡിലേക്ക് വാഹനം നിർത്തുകയും ഉടൻ തന്നെ യാത്രക്കാർ ഉൾപ്പെടെ എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് പറയാം. പെട്ടെന്ന് തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ തന്നെ വലിയ ശബ്ദത്തോടെ കാറ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാറ് പൂർണ്ണമായും അഗ്നിക്കിരയായി. പിന്നീട് നാവായിക്കുളത്തു നിന്നും ഫയർഫോഴ്സ് എത്തിയൊക്കെ തീ അണച്ചെങ്കിലും കാറ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ഇവർ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കല ഊന്നിൻമുട്ടിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ ഒരു അപകടമുണ്ടായത്. എന്തായാലും വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയാം. കാറ് പൂർണ്ണമായും കത്തി നശിച്ചു. പക്ഷേ ഉടൻ തന്നെ ആ ഒരു കാറിന്റെ ബോണറ്റിൽ നിന്നും തീയും പുകയും ഉയർന്നു കണ്ട് ഉടൻ ആ ഡ്രൈവർ ആ വാഹനം നിർത്തി. ഈ വാഹനത്തിലുണ്ടായിരുന്ന 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരും പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയാം. കാറ് പൂർണ്ണമായും അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടുണ്ട്.